ഞായറാഴ്ച ദിവസം കഴിഞ്ഞ് നാളെ ബുധനെ, മറ്റന്നാള് വ്യാഴവും വെള്ളിയും കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച രാവോടുകൂടെ ഒരു പക്ഷേ നമ്മൾ റമദാനിനെ സ്വീകരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഞായറാഴ്ച ഒരു പക്ഷേ നമുക്ക് റമദാൻ ഒന്നായെന്ന് വരാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച. എന്തായാലും റമദാൻ ഒന്നാണല്ലോ. നമുക്ക് നാഥനായ റബ്ബിലേക്ക് തിരിയണം. പാപങ്ങളെല്ലാം അള്ളാഹുവിനോട് പൊറുക്കപ്പെടിക്കണം. പിണങ്ങി നിൽക്കുന്നവരെല്ലാം ഒന്ന് നന്നാകണം. പരസ്പരം ഒന്ന് വൈരാഗ്യങ്ങളെല്ലാം വെടിയണം. എന്നിട്ട് പരസ്പരം ഒന്ന് നന്നായി വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. തപിക്കുന്ന മനസ്സുമായി, വേദനിക്കുന്ന കൽബുമായി അള്ളാഹുവിനോട് നമ്മളെല്ലാവരും ഒന്നിച്ച് പൊറുക്കലിനെ ചോദിക്കുകയാണ്. ഒരാൾ ഒറ്റക്ക് പൊറുക്കലിനെ ചോദിക്കുന്നതും ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഒന്നിച്ച് ഇസ്തിഗ്ഫാറും ചോദിക്കുന്നതുമായി വ്യത്യാസമുണ്ടല്ലോ. ഒന്നിച്ച് നാഥനായ റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാവട്ടെ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളാവട്ടെ, അവർക്ക് വേണ്ടി പാപമോചനത്തെ തേടുന്നവരും ഞാനും നാളെ മഹ്ശറാവൻ സഭയിൽ ഒന്നിച്ചാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ഉപ്പമാർക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കണേ. നമ്മുടെ ഉമ്മമാരെ കരുതണേ, ഉമ്മയെ കരുതണേ, ഉപ്പയെ കരുതണേ. മനുഷ്യ മനസ്സുകളെ വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തയല്ലേ നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം വേദനാജനകമായ വാർത്തയാണ്. അതേ 5ഓളം ആളുകളെ നിഷ്ഠൂരമായി 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അതിക്രൂരമായി കൊന്നുകളയുകയാണ്. ഉമ്മയുടെ കഴുത്തിലേക്ക് സാരി വലിച്ച് മുറുക്കുകയാണ്. അത്യാസന്ന നിലയിൽ ആ ഉമ്മ ഹോസ്പിറ്റലിലാണ്. അല്ലാ, എത്രമാത്രം വേദനാജനകമായ വാർത്തകളാണ് ഈ നാട്ടിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങോട്ടാണ് യാത്രകൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ കഴിഞ്ഞ കുറഞ്ഞ മാസങ്ങൾക്കിടയിലെ എത്ര മക്കളാണ് ഉമ്മമാരെ കൊന്നുകളഞ്ഞത്? നഊദു ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ. ഡ്രഗ്സിന്റെ അടിമത്വത്തിൽ നിന്ന്, മയക്കുമരുന്നിന്റെ അടിമത്വത്തിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ മോചിപ്പിക്കണേ അല്ലാ. ആ മയക്കുമരുന്ന് തലയിൽ കയറിയപ്പോൾ, അത് അതേ ശരീരത്തിലേക്ക് അടിച്ചപ്പോൾ അതിൽ മതോമത്തനായി അതേ 5ഓളം ആളുകളെ നിഷ്ഠൂരമായി കൊന്നുകളയുകയാണ്. അതിൽ ജ്യേഷ്ഠനുണ്ട്, അതിൽ മാതാവിന്റെ ഉപ്പയുണ്ട്. അഊദു ബില്ലാഹ്. ഭാര്യ, സഹോദരന്റെ ഭാര്യയുണ്ട്. പ്രേമിക്കുന്ന പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി 2 ദിവസം വീട്ടിൽ താമസിപ്പിച്ചതിൻ്റെ ശേഷമാണ് ആ പെണ്ണിനെ നിഷ്ഠൂരമായി കൊന്നുകളയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് വരണം.